മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ് എന്നരുളി ചെയ്ത ദൈവത്തിൻ്റെ തിരുവചനം പങ്കുവയ്ക്കപ്പെടുന്ന ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛനിലൂടെ ദൈവം നമ്മോട് തിരുവചനത്തിലൂടെ സംസാരിക്കുമ്പോൾ അവ ശ്രവിക്കുന്നതിനായി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 3-ാം അധ്യായം 4 മുതൽ ഉള്ള വാക്യങ്ങൾ. യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനിവേ നശിപ്പിക്കപ്പെടും. നിനിവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കുടുത്തു. ഈ വാർത്ത നിനിവേ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിലിരുന്നു. അവൻ നിനിവെ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സ് മാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രാർത്ഥനയിലൂടെയും അനുതാപത്തിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയുമൊക്കെ നോമ്പിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ്. ഈ നോമ്പിൻ്റെ വിശുദ്ധമായ ദിനങ്ങളിൽ ദൈവവുമായിട്ട് ഒന്നുചേർന്നുള്ളൊരു യാത്രയാണ് നോമ്പുകാലമെന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്, ജീവിതമെന്ന് പറയുന്നത് ഹ്രസ്വമാണ്. ഈ ഹ്രസ്വമായ ജീവിതം തുടങ്ങുന്നത് അമർത്യതയിലാണ്. അതിൻ്റെ ഒടുക്കവും അമർത്യതയിലാണ്. അങ്ങനെ ഈ തുടക്കത്തിനും ഒടുക്കത്തിനും ഇടയ്ക്കുള്ള ഈ ഹ്രസ്വമായ ദിനം നിർഭാഗ്യവശാൽ അതാണ് ജീവിതം എന്ന് കണ്ടുകൊണ്ട്, അതാണ് ശാശ്വതമെന്ന് കണ്ടുകൊണ്ട് എല്ലാ തിന്മകളിലും വ്യാപരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ അവന് സംഭവിക്കുന്ന ദുരന്തം എന്താണെന്ന് വെച്ചാൽ ദൈവവുമായിട്ടുള്ള ബന്ധവും മനുഷ്യ ബന്ധവും അവൻ നഷ്ടമാകുകയാണ്. അങ്ങനെ ഇങ്ങനെ നഷ്ടമാകുന്ന ഈ ബന്ധത്തെ കൂട്ടിയോജിപ്പിക്കാൻ, കൂട്ടിയിണക്കുവാനുള്ള വിശുദ്ധമായ ദൈവം നമുക്കായിട്ട് നൽകിയിരിക്കുന്ന ദിനങ്ങളാണ് ഈ നോമ്പുകാലം എന്ന് പറയുന്നത്. ജോബിൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. മനസ്സിലെ കിനാവ് പോലെ ജീവിതം കടന്നു പോവുകയാണ്. സങ്കീർത്തകൻ 90-ാം സങ്കീർത്തനത്തിൽ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്, ദൈവമേ എൻ്റെ ആയുസിൻ്റെ ദിനങ്ങൾ എണ്ണുവാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ, അങ്ങനെ ജ്ഞാനത്താൽ ഞാൻ നിറയട്ടെ. അപ്പോൾ ഈ ഹ്രസ്വമായ ജീവിതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ട ദൈവത്തിൻ്റെ പക്കലേക്ക് മടങ്ങി വരവാണ് നോമ്പുകാലം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഈ നോമ്പുകാലം എന്ന് പറയുന്നത് ഒരു യാത്രയായിട്ടാണ് പലപ്പോഴും ചിത്രീകരിച്ചിട്ടുള്ളത്. ചാരത്തിൽ നിന്നും മെഴുകിലേക്കുള്ളൊരു യാത്ര, അതാണ് നോമ്പുകാലം എന്ന് പറയുന്നത്. എന്താണ് ഈ ചാരത്തിൽ നിന്ന് മെഴുകിലേക്കുള്ളൊരു യാത്ര എന്ന് വെച്ചാൽ, ചാരം നമുക്കറിയാം നിർജീവമായൊരു വസ്തുവിനെ നെറ്റിയിൽ പൂശിക്കൊണ്ടാണ് നോമ്പുകാലം നമ്മൾ ആരംഭിച്ചത്. ആ നിമിഷം നമ്മൾ ശ്രമിച്ച വചനം ഇതായിരുന്നു, മനുഷ്യൻ നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് നീ പിന്തിരിയും. ഈ ചാരം പൂശി മാത്രമേ നമ്മൾ തിരിച്ചറിഞ്ഞ മനുഷ്യ ജീവിതം ഹ്രസ്വമാണ്, ഏതാനും വർഷങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായി.
എന്നാൽ അവിടുന്ന് തുടങ്ങുന്ന യാത്ര ചെന്ന് അവസാനിക്കുന്നത് മെഴുകിലാണ്. മെഴുകെന്ന് പറയുന്നത് ഈശോയുടെ ഉയർപ്പിൻ്റെ അന്ന്, ഈസ്റ്ററിൻ്റെ അന്ന് നമ്മൾ കത്തിക്കുന്ന പെസഹാ തിരി. അതാണ് മെഴുകെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്ന് കത്തി നിൽക്കുന്ന തിരിയെന്ന് പറയുന്നത്, അതിൻ്റെ നാളമെന്ന് പറയുന്നത് മരണത്തെ അതിജീവിച്ച് വിജയിച്ച ഈശോയുടെ പ്രതിരൂപമാണത്. അത് പ്രത്യാശയാണ്, പ്രതീക്ഷയാണ് നമുക്ക് തരുന്നത്. അപ്പം നശ്വരമായ നിർജീവമായ വസ്തുവിൽ നിന്നും ആരംഭിച്ച് നമ്മുടെ യാത്ര അവസാനിക്കുന്നത് പ്രതീക്ഷയും പ്രത്യാശയുമായ ഈശോയുടെ ജീവനിലേക്കാണ്. ഈ യാത്രയ്ക്കായിട്ട് നമുക്ക് എങ്ങനെ ഒരുങ്ങാൻ സാധിക്കും? 3 കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. 1, പ്രാർത്ഥന നിരതരായിരിക്കുക. 2, പ്രലോഭനങ്ങളെ അതിജീവിക്കുക. 3, വിശുദ്ധിയിൽ ജീവിക്കുക. പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഞാനിവിടെ ദൈവവുമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല നോമ്പുകാലത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നോമ്പുകാലത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവ മനുഷ്യ ബന്ധങ്ങളെ കൂട്ടിയിണക്കുക എന്നുള്ളതാണ്. അറ്റുപോയ കണ്ണികളെ കൂട്ടിയിണക്കുക. 2, നോമ്പുകാലത്തിലെ പ്രാർത്ഥന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മധ്യസ്ഥം യാചിക്കുക. നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുന്ന വ്യക്തികളായിട്ട് മാറുക. 3, ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ അതിനെ അതിജീവിക്കുവാനും നേരിടുവാനുള്ള കരുത്ത് ആർജിക്കുക പ്രാർത്ഥനയിലൂടെ. ഇതാണ് പ്രാർത്ഥന, നോമ്പുകാലത്തിൽ പ്രാർത്ഥന നിരതരായിരിക്കുക എന്ന വസ്തുത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോമാക്കാർക്ക് ലേഖനത്തിൽ 8-31 വാക്യത്തിൽ വിശുദ്ധ പൗലോസിലായി നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പൗലോസിലേക്ക് ഈ ഒരു ആഴമേറിയ ബന്ധമുണ്ടായി. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ആര് എന്നെ അകറ്റും? പട്ടിണിയോ ദാരിദ്ര്യമോ നഗ്നതയോ പീഡനമോ വാളോ ഒന്നും ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റത്തില്ല. കാരണം ആ യേശുവിനെ തിരിച്ചറിഞ്ഞു, അനുഭവിച്ചറിഞ്ഞു, രുചിച്ചറിഞ്ഞു. അവനൊരിക്കലും എന്നെ കൈവിടത്തില്ല, ഞാനും അവനെ കൈവിടത്തില്ലെന്നുള്ള ആ വലിയൊരു ആഴമേറിയ ബന്ധമാണ് ഈ ഒരു വസ്തുത പ്രഖ്യാപിക്കുവാനായിട്ട് പൗലോസ്ലീഹയെ പ്രേരിപ്പിച്ചത്. ആർക്കും എന്നെ ദൈവത്തിന് അകറ്റാൻ സാധിക്കത്തില്ല എന്നുള്ള പ്രഖ്യാപിക്കുവാനായിട്ട് പൗലോസിനെ ശക്തനാക്കി ഈ ആഴമേറിയ ബന്ധം. അപ്പോൾ പ്രാർത്ഥനയോടെ നമുക്കുണ്ടാകേണ്ടതും കരഗതമാകേണ്ടതും ഈ ഒരു ബന്ധമാണ്. 2, നോമ്പുകാലത്തിൽ പ്രാർത്ഥന നിരതരാകുക എന്ന് വെച്ചാൽ മധ്യസ്ഥം യാചിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി യാചിക്കുന്നവരായിട്ട് നമ്മൾ മാറുക, പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. ആതുര ശുശ്രൂഷ സേവന രംഗത്തുള്ള ഓരോ നേഴ്സും ഓരോ ഡോക്ടർമാരുടെ ഏറ്റവും വലിയ ദൗത്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ മുൻപിലേക്ക് കടന്നു വരുന്ന രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ദൗത്യമാണ് സൗഖ്യം നൽകുക എന്നുള്ളത്. ദൈവത്തിൻ്റെ സൗഖ്യം ഈ പറയുന്ന വ്യക്തികളുടെ ദൈവം ഇന്ന് ഒഴുക്കുകയാണ്. അപ്പോൾ അവരുടെ മുൻപിലേക്ക് വരുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനുള്ള വിളിയാണ് ആതുര സേവന രംഗത്തുള്ള ഓരോ വ്യക്തിക്കും ദൈവം നൽകിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 8-14 വാക്യത്തിൽ പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുന്ന മനോഹരമായ വചനഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസിൻ്റെ അമ്മായിയമ്മ ഭവനത്തിൽ പനിയായിട്ട് കിടക്കുന്നു. ഈശോയും ശിഷ്യന്മാരും വഴിയോരത്ത് വചനപ്രഘോഷണം നടത്തുന്നു. ആ നിമിഷമാണ് ശിഷ്യന്മാർ പറയുന്നുണ്ട്, പത്രോസിൻ്റെ അമ്മായിയമ്മ പനി ബാധിച്ച് കിടക്കുകയാണ്. ഈശോ കണ്ടിട്ടില്ല, പക്ഷേ ഇവർ ഉണർത്തിക്കുകയാണ്. ഈശോ അവളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു, അവളുടെ കരങ്ങളെ മുറുകെ പിടിച്ചു, അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി. വിശുദ്ധം പറയുന്നുണ്ട്, അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. ശിഷ്യന്മാരാണ് ഉണർത്തിക്കുകയാണ്. ശിഷ്യന്മാർ പറയുകയാണ്, അവൾ പനി ബാധിച്ച് കിടക്കുകയാണ്. അവളോട് ആവശ്യപ്പെടുകയാണ്, നീ വന്ന് സുഖപ്പെടുത്തണം. അവരുടെ മധ്യസ്ഥം യാചിക്കലാണ് പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുവാൻ കാരണമായിട്ട് മാറുന്നത്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 9-1 വാക്യത്തിൽ തളർവാദ രോഗിയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. വീടിൻ്റെ വേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കിയ തളർവാദ രോഗി, ഇറക്കപ്പെട്ട തളർവാദ രോഗി. ഈ തളർവാദ രോഗി ഒരിക്കലും കർത്താവിനോട് പറയുന്നത് എന്നെ സുഖപ്പെടുത്തണം, ഞാൻ വർഷങ്ങളായിട്ട് കിടക്കുകയാണെന്ന് ഒരിക്കലും അവൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആരാ മൗനമായിട്ട് പറയുന്നത്? ഇറക്കിയ ആൾക്കാരാണ്. അവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് ഈ ശവനെ സുഖപ്പെടുത്തിയാണ് വിശുദ്ധരത പറയുന്നത്. അപ്പോൾ അവരുടെ മധ്യസ്ഥം ഈ ഒരു പ്രക്രിയയിലൂടെ യാഥാർത്ഥ്യമായിട്ട് മാറിയപ്പോൾ തളർന്നു കിടന്ന രോഗി എഴുന്നേറ്റ് നടന്നു. മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റവും വലിയ ശക്തി ഇതാണ്. നമ്മൾ ആർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുവോ, ആർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ അവരെയൊക്കെ ദൈവം തൊടും, സൗഖ്യം നൽകും. ഈ ഒരു പ്രക്രിയയാണ് ഓരോ ക്രൈസ്തവനും ഉണ്ടാകേണ്ടത്. നമ്മുടെ മുൻപ് ഒത്തിരി വ്യക്തികൾ കടന്നു വരുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് രോഗക്കിടക്കയിൽ ആയിരിക്കുന്ന വ്യക്തികളെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഒന്ന് യാചിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, ദൈവം ഇടപെടും, ദൈവം അത്ഭുതം പ്രവർത്തിക്കും.
അപ്പോൾ പ്രാർത്ഥനയെന്ന് പറയുന്നത് നോമ്പുകാലത്തിൽ മധ്യസ്ഥം യാചിക്കലാണ്. ആർക്കൊക്കെയാണോ എൻ്റെ സഹായം ആവശ്യമുള്ളത്, ആർക്കൊക്കെയാണോ എൻ്റെ പ്രാർത്ഥന ആവശ്യമുള്ളത്, അവരെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മുടെ ദൗത്യം. മൂന്നാമതായിട്ട് പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒളിച്ചോടാത്ത, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുക. മറിച്ച് ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ അതിനെ നേരിടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. അതിനെ നേരിട്ടുണ്ട് അതിൻ്റെ പരിഹാരം കണ്ടെത്തുന്ന, അതിനെ പരാജയപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ഈ ഒരു ശക്തിയാണ് പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ ആർജിക്കേണ്ടത്. മർക്കോസിൻ്റെ സുവിശേഷം 1-40 വാക്യത്തിൽ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഒരു രംഗം നമ്മൾ വായിക്കുന്നുണ്ട്. ചീഞ്ഞു നാറുന്ന ശരീരവും ദുർഗന്ധം വമിക്കുന്ന മുറിവുമായിട്ട്, കീറിപ്പറിഞ്ഞ വസ്ത്രവുമായിട്ട് അലങ്കോലപ്പെട്ട ഒരു മനുഷ്യനെ പോലെ ഈവൻ ഓടി കർത്താവിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മനസ്സാകുന്നെങ്കിൽ നിനക്കെന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. വർഷങ്ങളോളം ഈ ദുരന്തത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ് കർത്താവിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഇത്രയും നാൾ ഞാൻ ഈ ഒരു അവസ്ഥയിലായിരുന്നു, ഇനിയും ഇതിൽ തന്നെ തുടരാൻ ഞാൻ തയ്യാറാണ്, എങ്കിലും പറയുന്നുണ്ട് നിനക്ക് മനസ്സാകുന്നെങ്കിൽ നിനക്കെന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. ഈശോയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ്. ഇത്രയും വലിയ ദുരന്തത്തിലായിരുന്നിട്ട് പോലും, ഇത്രയും വലിയ വേദനയിലായിരുന്നിട്ട് പോലും, ഇത്രയും വലിയൊരു ഒറ്റപ്പെടലും തിരസ്കരണം അനുഭവിച്ചിട്ട് പോലും അവൻ്റെ പ്രാർത്ഥന ഏതാ? നിനക്ക് മനസ്സാകുന്നെങ്കിൽ നിനക്കെന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായിട്ട് വഴങ്ങുന്ന കുഷ്ഠരോഗിയാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14-36 വാക്യത്തിൽ ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെ കണ്ടുമുട്ടുന്നുണ്ട്. ഈശോയുടെ പ്രാർത്ഥന ഇത് തന്നെയായിരുന്നു, മനസ്സാകുന്നെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ. ഈ രണ്ടുപേരുടെയും പ്രാർത്ഥനകൾ തമ്മിൽ നോക്കുമ്പോൾ ഒത്തിരി സാദൃശ്യമുണ്ട് അതിനകത്ത്. രണ്ടുപേരും പ്രാർത്ഥിച്ച എന്താണ്? അവരനുഭവിക്കുന്ന വേദനയിൽ നിന്ന് കരകയറുവാൻ വേണ്ടിയാണ്. അവരനുഭവിക്കുന്ന വേദനയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുവാൻ വേണ്ടിയാണ് രണ്ടുപേരും പ്രാർത്ഥിച്ചത്. പക്ഷേ അവരുടെ പ്രാർത്ഥന അവസാനം അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്, മനസ്സാകുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കട്ടെ, ഞങ്ങളുടെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ആ വേദനയെ നേരിടുവാനുള്ള പ്രാർത്ഥനയായിരുന്നു ഈ രണ്ടുപേരുടെയും പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. നമുക്കറിയാം, കുഷ്ഠരോഗിയുടെ പ്രാർത്ഥന ഈശോ കേട്ടു, അവൻ സുഖപ്പെട്ടു, സൗഖ്യമുള്ളവനായിട്ട് മാറി. പക്ഷേ ദൈവത്തിൻ്റെ പുത്രൻ്റെ കാര്യത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം പുത്രൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, മറിച്ച് പുത്രനെ കാൽവരിയിലേക്ക് ദൈവം അയക്കുകയാണ്, ബലിയർപ്പകനും ബലിപീഠവും ബലിവസ്തുവുമായിട്ട് മാറുവാൻ വേണ്ടി. പക്ഷേ ഈശോയെ ദൈവം ശക്തിപ്പെടുത്തി. ആ വേദനയെ നേരിടുവാനുള്ള ശക്തി ദൈവം പുത്രന് നൽകുകയാണ്. ആ ശക്തി ആർജിച്ചുകൊണ്ടാണ് കാൽവരി മലയിലേക്ക് കയറുവാനായിട്ട് ഈശോ തയ്യാറായത്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നേരിടുവാനുള്ള ശക്തി ആർജിക്കേണ്ട ഒന്നാണ്. ഇത് തന്നെയാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7-21 വാക്യത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പിതാവേ പിതാവേ എന്ന് എന്നെ വിളിക്കുന്നവരല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. നമ്മുടെ ഇഷ്ടമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുമെന്നവനാരോ അവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ആക്കിയാൽ നോമ്പുകാലത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് മധ്യസ്ഥം യാചിക്കുക, പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി ഉണ്ടാക്കുന്ന വ്യക്തികളായിട്ട് മാറുന്നവരായിട്ട് മാറുക. ഇതാണ് അതിലുപരിയായിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തെ കൂട്ടിയിണക്കുന്ന വ്യക്തികളായിട്ട് മാറുക. ഇതാണ് നോമ്പുകാലത്തിൽ പ്രാർത്ഥന നിരതരായിരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് നോമ്പുകാലം ഫലവത്താകുവാൻ, അർത്ഥപൂർണ്ണമാകുവാനായിട്ട് നമുക്കുണ്ടാകേണ്ട വസ്തുത എന്താണെന്ന് വെച്ചാൽ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുക. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടുന്ന വ്യക്തികളാണ്. ഈശോ പോലും പരീക്ഷിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ പുത്രൻ പരീക്ഷിക്കപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക്, ദൈനംദിന ജീവിതത്തിലേക്ക് ഒത്തിരി പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും കടന്നു വരുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ദൈവം മനുഷ്യനെ പരീക്ഷിക്കുന്നു, മനുഷ്യൻ ദൈവത്തെ പരീക്ഷിക്കുന്നു, അവസാനമായിട്ട് മനുഷ്യനെ തന്നെ പരീക്ഷിക്കുന്ന ഒത്തിരി രംഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സാത്താൻ ചെന്നിട്ട് ദൈവത്തോട് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ജോബ് നിന്നെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്? കാരണം അവനെല്ലാം നീ കൊടുത്തിട്ടുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും നീ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അവൻ നിന്നെ ആരാധിക്കുന്നത്. അതെല്ലാം ഒന്ന് എടുത്തു കളഞ്ഞു നോക്കൂ, അവൻ നിന്നെ ശപിക്കും. ദൈവം പറയുന്നുണ്ട് എടുത്തു മാറ്റുക, എല്ലാം എടുത്തു മാറ്റപ്പെട്ടു. പക്ഷേ ജോബ് ഒരിക്കലും ദൈവത്തെ ശപിക്കുന്നില്ല, മറിച്ച് ദൈവവും ജോബുമായിട്ടുള്ള സംസാരത്തിൽ ജോബ് തിരിച്ചറിയുന്നുണ്ട് അവൻ്റെ നശ്വരത, അവൻ്റെ ഇല്ലായ്മ. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ മഹത്വവും തിരിച്ചറിഞ്ഞുകൊണ്ട്
ദൈവത്തെ സ്തുതിക്കുന്നവനായിട്ടാണ് ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിനെ നമ്മൾ കണ്ടുമുട്ടുക. എത്രയോ നിസ്സാരനാണ് ഞാൻ, എത്രയോ ശക്തനാണ് ദൈവം എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ജോബ് എത്തുകയാണ്. അവസാനം നഷ്ടപ്പെട്ടതൊക്കെ ജോബിന് തിരിച്ചു കിട്ടുകയാണ്. അപ്പോൾ ജോബിൻ്റെ വിധത്തിലെ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിനെ നമ്മൾ കണ്ടുമുട്ടുന്നത്. വീണ്ടും അബ്രഹാമിനെ നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിൻ്റെ ദൈവം പറയുന്നുണ്ട്, നിൻ്റെ ഊരും വീടും ദേശമൊക്കെ വിട്ടുകൊണ്ട് ഞാൻ കാണിച്ചിരുന്ന സ്ഥലത്തേക്ക് പോകുക. എല്ലാം ഇട്ടുകൊണ്ട് പോകാനുള്ള വലിയൊരു ആഹ്വാനമാണ് ദൈവം കൊടുക്കുന്നത്. എന്നിട്ടും അബ്രഹാം തയ്യാറായി. സ്വന്തം പുത്രനെ ബലികഴിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു, അതിനും അബ്രഹാം തയ്യാറായി. അപ്പോൾ ദൈവം മനുഷ്യനെ പരീക്ഷിക്കുന്ന രംഗങ്ങളാണ് ജോബിൻ്റെ പുസ്തകത്തിലും അതോടൊപ്പം തന്നെ അബ്രഹാമിൻ്റെ ജീവിതത്തിലും നമ്മൾ കണ്ടുമുട്ടുക. രണ്ടാമതായിട്ട് മനുഷ്യൻ ദൈവത്തെ പരീക്ഷിക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈശോ കാൽവരി മലയുടെ മുകളിൽ കുരിശിൽ വേദന അനുഭവിച്ചു കിടക്കണ മാത്രയിൽ അതിന് സാക്ഷ്യം വഹിച്ച ആൾക്കാർ പറയുന്നുണ്ട്, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ നീ ഇറങ്ങി വരിക. ഇടതുവശത്ത് കിടന്ന കള്ളൻ പോലും പറയുന്നുണ്ട്, നീ എത്രയോ പേരെ രക്ഷിച്ചു, നിന്നെയും ഞങ്ങളെയും കൂടെ നീ രക്ഷിക്കുക. വലിയൊരു പ്രലോഭനത്തിൻ്റെ ഒരു നിമിഷമായിരുന്നു ഈശോയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ നിമിഷമെന്ന് പറയുന്നത്. വേദനയുടെ മധ്യത്തിൽ ഒരുവൻ നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ, പ്രലോഭനത്തിലെ ഒത്തിരി വാക്കുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിന് വശംബദ്ധരായി പോകും, വീണു പോകും. ഏറ്റവും വലിയ വേദനയുടെ നിമിഷം, ആ നിമിഷത്തെയും ഈശോ അതിജീവിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തെ പരീക്ഷിച്ച നിമിഷങ്ങളായിരുന്നു അത്. ഈശോ അതിനെ അതിജീവിച്ചു. വീണ്ടും അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ ജനക്കൂട്ടം ഓടി വന്നിട്ട് പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ രാജാവായിട്ട് മാറുക. നീ രാജാവായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ വിശപ്പ് മാറിക്കിട്ടും അധ്വാനിക്കേണ്ട ആവശ്യം നിൻ്റെ ഒപ്പം ഞങ്ങൾക്ക് ആയിരിക്കാൻ പറ്റും, നീ രാജാവാകണം. ഈശോ ഒഴിഞ്ഞു മാറി എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. മനുഷ്യൻ ദൈവത്തെ പരീക്ഷിച്ച നിമിഷങ്ങളാണത്. വീണ്ടും ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ സമയത്ത് ജനം വന്നിട്ട് ചോദിക്കുന്നു, ഇതെല്ലാം ചെയ്യാനുള്ള അധികാരം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഒരടയാളം നീ കാണിക്ക്, ഒരടയാളം കാണിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കാം. അപ്പോൾ അടയാളം കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രനിൽ വിശ്വസിക്കുവാനും അത് ചെയ്യുവാനായിട്ട് ഈശോയെ പരീക്ഷിക്കുന്ന നിമിഷങ്ങളാണ് നമ്മളവിടെ കണ്ടുമുട്ടുക. അപ്പോൾ മനുഷ്യൻ ദൈവത്തെ പോലും പരീക്ഷിക്കുന്ന നിമിഷങ്ങൾ. അവസാനമായിട്ട് മനുഷ്യൻ തന്നെ മനുഷ്യനെ പരീക്ഷിക്കുന്ന ഒത്തിരി നിമിഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. യൂദാസ്, കയാഫസും മറ്റ് സഹപ്രവർത്തകരും വന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ഗുരുവിനെ കാണിച്ചു തന്നാൽ 30 വെള്ളി നാണയം ഞങ്ങൾ നിനക്ക് തരാം. 30 വെള്ളി നാണയമെന്ന് കേട്ടപ്പോൾ യൂദാസ് എല്ലാം മറന്നുപോയി. തൻ്റെ ഗുരുവിനെ ഒരു ചുംബനത്തിൽ ഒറ്റിക്കൊടുത്തു. മനുഷ്യനെ പ്രലോഭനത്തിന് വിധേയമാക്കിയുള്ള പരീക്ഷിച്ചപ്പോൾ അതിന് അടിമപ്പെട്ടു പോയ യൂദാസ്. വീണ്ടും അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അനനിയ സഫീറ ദമ്പതികൾ ആദിമസഭയുടെ ചൈതന്യമനുസരിച്ച് എല്ലാം വിറ്റ് ശിഷ്യന്മാരുടെ കാൽക്കലേക്ക് കൊണ്ടുവച്ചു. പക്ഷേ ഇവർ മാത്രം പകുതി തങ്ങൾക്കായിട്ട് മാറ്റിവെച്ചു. അപ്പോസ്തലന്മാരുടെ സംഘം നാളെ പൊളിഞ്ഞു പോയാലോ, നാളെ ഇല്ലെങ്കിലോ ഞങ്ങളെങ്ങനെ ജീവിക്കും എന്നുള്ള സ്വാർത്ഥം നിറഞ്ഞ ഒരു ചിന്ത കുറച്ച് അവർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടവരെ പ്രേരിപ്പിച്ചു. പകുതി കൊണ്ട് അവർ കൊടുത്തു. സ്വയം പരീക്ഷിക്കപ്പെട്ട ദമ്പതികൾ, മനുഷ്യനെ പരീക്ഷിച്ച നിമിഷങ്ങൾ. അപ്പോൾ വിശുദ്ധ മുഴുവൻ നമുക്ക് കാണുന്ന പ്രലോഭനങ്ങളുടെ പല തലങ്ങളാണിത്. മനുഷ്യൻ ദൈവത്തെ പരീക്ഷിക്കുന്നു, ദൈവം മനുഷ്യനെ പരീക്ഷിക്കുന്നു, മനുഷ്യൻ തന്നെ മനുഷ്യനെ പരീക്ഷിക്കുന്ന ഒത്തിരി നിമിഷങ്ങൾ. ഇനി നമ്മുടെ വ്യക്തിവിധങ്ങളിലേക്ക് നമ്മൾ കടന്നു വരാം. നമ്മൾ തന്നെ സ്വയം പരീക്ഷിക്കപ്പെടുന്ന പ്രലോഭനത്തിന് വിധേയമാകുന്ന ഒത്തിരി നിമിഷങ്ങൾ. ഉദാഹരണം നമ്മുടെ അധികാരത്തിൻ്റെ ദുർവിനിയോഗങ്ങൾ. നമുക്ക് അധികാരമുണ്ട് എന്ന് കണ്ടുകൊണ്ട് അതിനെ ദുർവിനിയോഗിച്ചുകൊണ്ട് കാര്യലാഭത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുവാനുള്ള നമ്മുടെ പ്രവണത, ഇത് പ്രലോഭനത്തിൻ്റെ ഒരു തലമാണ്. വീണ്ടും അവിശ്വസതയുടെ തലം. മനുഷ്യരാരും കാണുന്നില്ല, ദൈവം മാത്രമല്ല കാണുന്നുള്ളൂ, അത് വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അവിശ്വസതയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ, വിശ്വസതയില്ലാതെ ജീവിക്കുന്ന വ്യക്തികൾ. മൂന്നാമതായിട്ട് അനാവശ്യമായ ഭയപ്പാടിന് അടിമപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ. നമ്മുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തികൾ തിന്മയാണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് പോലും അതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് കണ്ണിനെയും കാതിനെയും അടച്ചുകൊണ്ട് അവരുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ തിന്മയ്ക്ക് കൂട്ടു നിൽക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്ന നിമിഷങ്ങൾ. പ്രലോഭനത്തിൻ്റെ മറ്റൊരു തലമാണത്. വീണ്ടും അതിരുകടന്ന നമ്മുടെ വിധേയത്വം. തിന്മയാണ് നടക്കുന്നതെന്ന് കണ്ടിട്ട് പോലും ഭയപ്പാടിൻ്റെ പുറത്ത് പലർക്കും വിധേയരായിട്ട് നമ്മൾ മാറുന്ന നിമിഷങ്ങൾ. തിന്മയ്ക്ക് പോലും വിധേയപ്പെടുവാനുള്ള മനുഷ്യൻ്റെ പ്രലോഭനങ്ങൾ. അതും കൂടാതെ നമ്മുടെ കുറവാണ്, നമ്മുടെ തെറ്റാണെന്ന് കണ്ടിട്ട് പോലും അവരുടെ മേൽ കുറ്റം ചുമത്തുവാനുള്ള നമ്മുടെ പ്രവണത. ഇതൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്നും നേരിടുന്ന പ്രലോഭനങ്ങളുടെ തരങ്ങളാണത്. ഇതിനൊക്കെ അതിജീവിക്കുവാനുള്ള ഒരു കൃപയാണ് നോമ്പ് കാലത്തിൽ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അവസാനമായിട്ട്
മൂന്നാമതായിട്ട് വിശുദ്ധിയിൽ ജീവിക്കുക. ഇപ്പോൾ നോമ്പുകാലം എന്ന് പറയുന്നത് പ്രാർത്ഥന നിരതരാകുക, രണ്ടാമതായിട്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കുക, മൂന്നാമതായിട്ട് വിശുദ്ധിയിൽ ജീവിക്കുക. ഈ വിളിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ 3 വിളികളാണ് ദൈവം നമുക്ക് തരുന്നത്. വിശുദ്ധിയിൽ ജീവിക്കുക. ജോഷുവയുടെ പുസ്തകം 3-5 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക, നീ അത്ഭുതം കാണും. നിനിവയിലേക്ക് യോന പ്രവാചകൻ കടന്നു എന്ന മാത്രയിൽ യോനായുടെ അരുളപ്പാട് കേട്ടുകൊണ്ട് ജനം ചാരം പൂശി ചാക്കുവസ്ത്രം കൊടുത്തുകൊണ്ട് അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയാണ്. എല്ലാ അക്രമങ്ങളിൽ നിന്നും ദുർമാർഗങ്ങളിൽ നിന്നും മാറിയപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു. സ്വയം വിശുദ്ധീകരിച്ചപ്പോൾ അത്ഭുതം കണ്ട ജനതയാണ് നിനിവെ നിവാസികൾ. വീണ്ടും ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കറിയാം, ദൈവം തന്നെ രാജാവാക്കി മാറ്റിയ മനുഷ്യനാണ്, ആട്ടിടയനായ മനുഷ്യൻ. എന്നാൽ ഈ ദാവീദിന്റെ ദിവസത്തിൽ ഏതോ ഒരു നിമിഷത്തിൽ, ബലഹീനതയുടെ നിമിഷത്തിൽ തിന്മ ചെയ്തു പോയപ്പോൾ അത് നാത്താൻ പ്രവാചകൻ അവനെ ബോധ്യപ്പെടുത്തിയപ്പോൾ ദാവീദ് അനുതപിക്കുന്നുണ്ട്. ചാക്കുവസ്ത്രം കൊടുത്ത് ചാരം പൂശിക്കൊണ്ട് അനുതപിച്ച മാത്രയിൽ അനുഗ്രഹമായിട്ട് ദൈവം ദാവീദ് ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. സ്വയം വിശുദ്ധീകരിച്ച ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. വീണ്ടും കുഷ്ഠരോഗിയായ നാമാനെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായ നാമാൻ, കുഷ്ഠരോഗിയായ നാമാൻ, അവളുടെ അവൻ്റെ പരിചാര പറഞ്ഞു കേട്ടു, ഇസ്രയേലിൽ ഒരു പ്രവാചകനുണ്ട്, അവൻ നിന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. വിശ്വാസത്തോടെ ഇദ്ദേഹം കടന്നു വരികയാണ്. നാമാൻ പ്രതീക്ഷിച്ചു പ്രവാചകൻ തന്നെ വന്ന് സുഖപ്പെടുത്തും, ഇറങ്ങി വരും. പക്ഷേ പ്രവാചകൻ ഇറങ്ങി വരുന്നില്ല. പ്രവാചകൻ അവിടെ തന്നെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, നീ യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക. പക്ഷേ നാമാൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അഹങ്കാരം അതിന് തയ്യാറാക്കിയില്ല. നാമാൻ സ്വയം ചോദിച്ചു, എൻ്റെ രാജ്യത്ത് എത്രയോ നദികളുണ്ട്, അവിടെ കുളിച്ചാൽ പോരായിരുന്നു, എന്തിനാണ് ഈ യോർദാൻ നദിയിൽ പോയി കുളിക്കുന്നത്? തൻ്റെ അംഗരക്ഷകൻ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞതല്ലേ, നീ പോയി കുളിക്കുക. കുളിച്ചു. ആ നിമിഷം തന്നെ സൗഖ്യമുള്ളവനായിട്ട് മാറി. അപ്പം നാമാൻ്റെ അഹങ്കാരം എന്ന് പറയുന്ന തലം വിശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ, അഹംഭാവം എന്ന് പറയുന്ന തലത്തെ വിശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ, എന്നേക്കുമായിട്ട് കീറിമുറിക്കാൻ തയ്യാറായപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം അത്ഭുതമായിട്ട് കടന്നു വരികയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഉള്ളിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, അഹങ്കാരം, അസൂയ ഇവയെല്ലാം പുറപ്പെടുന്നത്. ഇവയെല്ലാം മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അപ്പോൾ മനുഷ്യനെ അശുദ്ധനാക്കുന്ന ഓരോ തലമാണിത്. നാമാൻ പ്രവാചകൻ തൻ്റെ അഹങ്കാരത്തെ മാറ്റിവെച്ചപ്പോൾ, ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന തിന്മയെ തിരിച്ചറിഞ്ഞപ്പോൾ, നിനിവെ നിവാസികൾ അവർ വാരിക്കൂട്ടി എല്ലാ തിന്മകളെയും തൊട്ടറിഞ്ഞപ്പോൾ, അതിൽ നിന്ന് മോചനം പ്രാപിച്ചപ്പോൾ ദൈവം അനുഗ്രഹമായിട്ട് കടന്നു വന്നു. നോമ്പുകാലത്തിൽ ഈ തലങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എവിടെയാണ് തെറ്റുപറ്റിയത്, എവിടെയാണ് ദൈവത്തിന് അകന്നു പോയത്, അതിനെ തിരുത്തുമ്പോൾ ദൈവം അനുഗ്രഹമായിട്ട് അത്ഭുതമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എങ്ങനെ നമുക്ക് വിശുദ്ധി നേടാം? യോഹന്നാന്റെ സുവിശേഷം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുവാനൊരു വിളിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമറിയാക്കാരി സ്ത്രീയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും കുറിച്ചും ക്രിസ്തു പറഞ്ഞു വെച്ചപ്പോൾ, ആ വചനത്തിൻ്റെ മാത്രയിൽ എല്ലാ തെറ്റുകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവൾ തൻ്റെ ഗ്രാമത്തിലേക്ക് ഓടി ചെന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരു പ്രവാചകനെ കണ്ടുമുട്ടി, മിശിഹായെ കണ്ടുമുട്ടി, നിങ്ങളും വന്ന് കാണുക. ഈശോ പറഞ്ഞ വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട സ്ത്രീയുടെ പ്രതീകമാണ് സമറിയാക്കാരി സ്ത്രീ. ഇതേ വചനം എന്നും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ, വചന വായനയിലൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ വചനം നമ്മളിലേക്ക് ഇടപെടണം. സമറിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ഈ വചനം കടന്നുകൊണ്ട് അവളെ ശുദ്ധീകരിച്ചതുപോലെ ദൈവത്തിൻ്റെ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുവാനുള്ള മനോഹരമായ വിശുദ്ധമായ ദിവസങ്ങളാണ് നോമ്പുകാലത്തിലെ ദിവസങ്ങൾ. ആകയാൽ വചനത്തെ നമുക്ക് കാതോർക്കാം, ധ്യാനിക്കാം, ജീവിതത്തെ പരിവർത്തന വിധേയമാക്കി നമുക്ക് മാറ്റാം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, നമ്മുടെ വിശുദ്ധിയിലേക്ക് തിരികെ വരേണ്ട നിമിഷങ്ങളാണിത്. നോമ്പുകാലം എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിയിലേക്ക് കടന്നു വരേണ്ട നിമിഷങ്ങളാണ്. വിശുദ്ധി എന്ന് പറയുന്നത് ഒരു പുറമൂടിയല്ല, മറിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അപരനുമായിട്ടുള്ള സ്നേഹബന്ധമാണ് വിശുദ്ധി എന്ന് പറയുന്നത്.
നമ്മുടെ ശരീരവുമായിട്ടുള്ള ബന്ധമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഭൂമിയുമായിട്ടുള്ള ബന്ധമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ആകയാൽ ഈ തലങ്ങളിലൊന്നും കളങ്കമുണ്ടാകരുത്. ഈ തലങ്ങളൊക്കെ വിശുദ്ധിയുടെ നിലങ്ങളായിട്ട് മാറുമ്പോൾ അവിടെയാണ് വിശുദ്ധിയുടെ മകുടങ്ങളായിട്ട്, വിശുദ്ധിയുള്ള വ്യക്തികളായിട്ട് ഇന്നത്തെ ലോകത്ത് നമ്മൾ മാറുന്നത്. മറിച്ചാണെങ്കിൽ ജെറുസലേം ദേവാലയത്തിലെ ചന്തസ്ഥലം പോലെ നമ്മളായിട്ട് മാറും. നമ്മളോട് തന്നെ ചാട്ടവാറെടുക്കേണ്ട നിമിഷങ്ങളായിട്ട് മാറും അത്. ആകയാൽ നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. അറ്റുപോയ കണ്ണുകളെ കൂട്ടിയോജിപ്പിക്കാം. നമ്മുടെ ബന്ധത്തിൻ്റെതായ തലങ്ങൾ, ദൈവവുമായിട്ടുള്ള ബന്ധം, മനുഷ്യനുമായിട്ടുള്ള ബന്ധം, നമ്മളുമായിട്ടുള്ള ബന്ധം, ഭൂമിയുമായിട്ടുള്ള ബന്ധം, അതിലൊന്നും അശുദ്ധി വരാതെ വിശുദ്ധിയുള്ള വ്യക്തികളായിട്ട് മാറുമ്പോൾ നോമ്പുകാലം അനുഗ്രഹപ്രദമായ ഒന്നായിട്ട് മാറും. ആകയാൽ പ്രാർത്ഥന നിരതരാകുക, വിശുദ്ധിയുള്ളവരായിട്ട് മാറുക, പ്രലോഭനത്തെ അതിജീവിക്കുക. അങ്ങനെ നോമ്പുകാലം നമുക്ക് വിശുദ്ധിയുടെ ദിനങ്ങളും അതിലുപരി ദൈവവുമായിട്ടുള്ള ഒരു യാത്രയായിട്ട്, ദൈവവുമായിട്ടുള്ള ആഴമുള്ളൊരു ബന്ധമായിട്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് മാറ്റാം. സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛനിലൂടെ നമ്മോട് സംസാരിച്ച കാരുണ്യവാനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ നോമ്പുകാലത്ത് തിരുവചനത്തെ മുറുകെ പിടിക്കുവാനും ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് ജീവിക്കുവാനും അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, വിശുദ്ധയായി തീരട്ടെ. ആമേൻ.